ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് ഒരു ഇളനീർ പുഡിങ്ങും പിന്നെ ഒരു ചോക്ലേറ്റ് പുഡിങ്ങും. പിന്നെ 30 മുട്ടൻ്റെ മുട്ടമാലയും എനിക്ക് ഒരു ദിവസം തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ മുട്ടമാലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കാം. മുട്ടമാല നമ്മൾ പുറത്തേക്ക് സെല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതൊക്കെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ½ kg കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക. ആദ്യം നമുക്ക് ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 2 ചൈന ഗ്രാസ് 2 കപ്പ് ഇളനീർ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു പാലിന് 1 ചൈന ഗ്രാസ് ആ ഒരു കണക്കിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇളനീർ വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ 2 ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇളനീർ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇനി നമുക്ക് പുഡിങ് ചെയ്യാനായിട്ട് 1 ലിറ്റർ പാല്, അതായത് 2 പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിന് 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. പുഡിങ് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം വേണം. അതുകൊണ്ട് 1 ടിന്ന് മിൽക്ക് മെയ്ഡിന് പുറമെ ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാല് തിളക്കാൻ വെക്കുമ്പോൾ തന്നെ ചൈന ഗ്രാസും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പാല് തിളച്ച് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇളനീറിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇളനീർ പൾപ്പ് അധികം നേരം ചൂടാക്കിയാൽ അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റും പിന്നെ ആ ഒരു ടെക്സ്ചറും കുറയും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇളനീർ പൾപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ട്രേയിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് കോരി മാറ്റുക. അപ്പോൾ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഇളനീറിൻ്റെ ആ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് പുഡിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം 2 പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ 2 ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ മെൽട്ടായ ചൈന ഗ്രാസ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 100 ഗ്രാം അളവിൽ ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക.
അതിൽ ചോക്ലേറ്റൊക്കെ നന്നായി മെൽട്ടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ബബിൾസൊക്കെ ഒന്ന് കോരി മാറ്റുക. കുറച്ച് ബദാം കട്ട് ചെയ്തത് പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.